മൈക്രോ ഇൻവെർട്ടർ ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പാനലിലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഒരു 3 കിലോവാട്ടിന്റെ സിസ്റ്റം ആണത്. ഇതിനകത്ത് ഒരു പാനൽ, 2 പാനൽ, 3 പാനൽ, 4 പാനൽ, 5 പാനൽ, 6 പാനൽ, ഇത്രയും പാനൽ കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് സാധാരണ ഒരു 2000 to 3000 രൂപ വരെ ബില്ല് വരുന്ന വീട്ടിലേക്ക് ഓപ്റ്റായിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. ഇതിൻ്റെ അകത്ത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് AC കണക്ട് ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് ICDP വെച്ച് മീറ്ററിലേക്ക് കണക്ട് ചെയ്യാം. ഇതൊരു ഓൺ-ഗ്രിഡ് സിസ്റ്റമാണ്. ഇതിന്റെ കൂടെ തന്നെ ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് പ്രൊഡക്റ്റാണ്. ഇനി നാളെ നമുക്ക് ഒരു 6 കിലോവാട്ട് ആക്കണം. ഇതിന്റെ കൂടെ ഒരു ഇൻവെർട്ടർ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 6 കിലോവാട്ട് ആക്കും. അതേ സ്ഥാനത്ത് സാധാരണ വരുന്ന ഇൻവെർട്ടർ ഉണ്ട്, നോർമൽ ഇൻവെർട്ടർ. ഇത് വാങ്ങിയിട്ട് ഒരു 5 കിലോവാട്ട് വാങ്ങി നാളത്തെ എക്സ്പാൻഡ് ചെയ്യണം, ഒരു 3 ഫേസ് ആക്കണം എന്നുണ്ടെങ്കിൽ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതാവുമ്പോൾ പിന്നെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ 3 ഫേസ് ആക്കണം, 3 കിലോട്ട് അല്ലെങ്കിൽ 6 കിലോട്ട് 3 ഫേസ് ആക്കണം എന്നുണ്ടെങ്കിൽ 2 കിലോട്ടിന് 3 ഇൻവെർട്ടർ വെച്ച് കഴിഞ്ഞാൽ ഇത് പരിപാടി കഴിഞ്ഞ് 3 ഫേസ് ആയി. അതൊരു 10 കിലോട്ട് ആക്കണം എന്നുണ്ടെങ്കിൽ ഇത് 3 വെച്ച് കഴിഞ്ഞാൽ 10 കിലോട്ടായി. അങ്ങനെ ഒത്തിരി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഭാവിയിൽ ഹൈബ്രിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് AC കപ്ലിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചർ ഉണ്ട്. ആ ഫീച്ചർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ബാറ്ററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. നമുക്ക് ആവശ്യമുള്ള ടൈമിൽ ഇത് ഗ്രിഡിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം. അതല്ലാതെ തന്നെ വേറെ വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ TOD മീറ്ററിംഗ് ആണ്. KCB ഇപ്പോൾ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 11 മണി വരെയുള്ള ടൈമിൽ കൂടുതൽ എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ചാർജ് ചെയ്യുന്നുണ്ട് കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത്. അങ്ങനത്തെ കസ്റ്റമേഴ്സിന് ഇത് നന്നായിട്ട് ഗുണം ചെയ്യും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കവേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ബാറ്ററിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് മൊബൈൽ ആപ്പിൽ നിന്ന് അത് സെറ്റ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് ഇതിനകത്ത്. അതാണ്. ഓക്കെ, താങ്ക് യു.